ഹലോ പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് ടു എജുമി. സെം 4-ന്റെ ഇന്ത്യൻ നോളജ് സിസ്റ്റം നമ്മൾ നാളെ ലൈവ് വരാൻ പോവാണ്. സോ കട്ട കൂടെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്തോ. സെം 4-ൽ പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ കൊളീഗ്സിനും എജുമിയുടെ ഒരു സമ്മാനമായിട്ട് കൂട്ടിക്കട നാളത്തെ ലൈവ് സെറ്റാക്കണം. നമുക്ക് എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 മാർക്ക് ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് എ ഗുരുകുല സിസ്റ്റം? ഗുരുകുല സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. ഗുരുകുല സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ പോയിട്ട് പഠിക്കണേ, അതാണ് ഗുരുകുല സിസ്റ്റം. വേറെ ഒന്നുമില്ല അതിന് എക്സ്പ്ലനേഷൻ. അയാളുടെ വീട്ടിലോ അയാളുടെ ആശ്രമത്തിലോ പോയിട്ട് കുട്ടികൾ പോയിട്ട് പഠിക്കുക. ഹൂ വാസ് എൻ ആചാര്യ ഓർ ഗുരു? ഗുരുകുലത്തിലെ ഗുരു ആരാ? ടീച്ചറാണ് അല്ലേ? അപ്പോൾ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, അച്ചടക്കം, ധാർമ്മികത, ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആള്, അതാണ് ഗുരു. നമുക്കറിയുന്ന ഹൂ വാസ് എ ശിഷ്യ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ശിഷ്യനാണ് അല്ലേ? അതൊന്ന് 2 മാർക്കിനാകുമ്പോൾ ഒരു 20 വേർഡിന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. യെസ്, നോക്ക് നിങ്ങൾ. വാട്ട് വാസ് എൻ ആശ്രമം ദ ഗുരുകുല സിസ്റ്റം? ഗുരുകുല സിസ്റ്റത്തിൻ്റെ ഒരു ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുക, ആശ്രമം എന്ന് പറയുക അല്ലേ? അതിനാണുള്ള ആശ്രമം എന്ന് പറയുക. അപ്പോൾ കുട്ടികൾ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിച്ച സ്ഥലമാണ്. വാട്ട് വാസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ഗുരുകുല എഡ്യൂക്കേഷൻ? ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്തായിരുന്നു? കണ്ടോ, കേവലം അറിവ് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അതിൽ ഫോക്കസ് ചെയ്തിരുന്നത് ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ നോളജ്, ക്യാരക്ടർ, ഡിസിപ്ലിൻ, വാല്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഹോളിസ്റ്റിക് ആണ്. മെൻഷൻ 2 ഫീച്ചേഴ്സ് ഓഫ് ഗുരുകുല സിസ്റ്റം. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പ്രധാന വ്യത്യാസം എന്താ? ഗുരുക്കളുടെ അടുത്തായിരുന്നു കുട്ടികൾ അല്ലെങ്കിൽ 2 പ്രത്യേകത എന്താ? ഗുരുക്കളുടെ അടുത്തായിരുന്നു കുട്ടികൾ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോക്കസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്വഭാവ രൂപീകരണത്തിനാണ്. പഠിച്ചിട്ടും കുട്ടിൻ്റെ സ്വഭാവം പോരാ, ആളെ കൊല്ലണം എന്നാണ് ഇപ്പോഴും എൻ്റെ മൈൻഡെങ്കിൽ ഓന് വിദ്യാഭ്യാസം ഇല്ല. വിദ്യാഭ്യാസിക്കുന്നത് എന്തിനാ? സ്കൂളിൽ പോകുന്നതിനാ, ജോലി കിട്ടാനല്ല. അതൊക്കെ സെക്കൻഡറി ആണ്. അതൊക്കെ നമ്മുടെ ഒരു ഫസ്റ്റ് ലക്ഷ്യമല്ല. അതൊക്കെ കിട്ടും. മെയിൻ ലക്ഷ്യം എന്താ? സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നത് സോഷ്യലൈസേഷന് വേണ്ടിയാണ്. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് കൂടുതൽ എന്താണ്, ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ് വരാനാണ്. വാട്ട് ഈസ് മീൻ ബൈ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സമഗ്രമാറ്റം എല്ലാം ഉണ്ടാവുക. അത്തരത്തിൽ നോക്ക്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് മീൻസ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺസ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, മോറൽ, സ്പിരിച്വൽ എബിലിറ്റീസ്. എല്ലാ എബിലിറ്റീസും മെൻ്റലി ഡെവലപ്പ് ആവണം, മോറലി ഡെവലപ്പ് ആവണം, മാനസിക, ആത്മീയ, ധാർമ്മിക എല്ലാ ലെവലിലും ഡെവലപ്പ് ആകുന്ന ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയാം, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയാം. വാട്ട് ഈസ് എ ഗുരു ശിഷ്യ റിലേഷൻഷിപ്പ്? ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനോട് കുട്ടികൾക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ പള്ളിയിലൊക്കെ ഉസ്താമാരായിട്ടില്ലേ, അതുപോലെ സന്യാസിമാരടുത്ത് പോയി പഠിക്കും. അത് ആ ഒരു മോഡൽ ആലോചിച്ചാൽ മതി. പഠനം അതിൽ വരും, റെസ്പെക്റ്റ് വരും അല്ലേ, ഗൈഡൻസ് വരും, അച്ചടക്കം വരും. എല്ലാ കാര്യങ്ങളും ഗുരുവിനോടാണ് ചോദിക്കുക. എല്ലാം എന്ത് ചെയ്യണം, എനിക്കൊരു വീട് വെക്കുന്നുണ്ട്, എന്ത് ചെയ്യണം, എനിക്കൊരു കുട്ടി ഉണ്ടായി, എന്ത് പേരിടണം, ഇങ്ങനെ A to Z ആ ലെവലിലായിരിക്കും ബന്ധം ഉണ്ടാവുക. വാട്ട് ഈസ് മീൻഡ് ബൈ പെഡഗോജിക്കൽ ഡുവലിസം? പെഡഗോജിക്കൽ ഡുവലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നോക്ക്, പഠിപ്പിക്കുന്ന തന്നെ 2 രീതിയിൽ പഠിപ്പിക്കുക. അതാണ് പെഡഗോജിക്കൽ ഡുവലിസം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുക്കിങ്ങിനെ പറ്റി ഗുരു പറയാണ് 100 ഡിഗ്രിയിലാണ് വെള്ളം തിളക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ അത് എന്ത് ചെയ്തു, അത് മനസ്സിലാക്കി, എന്നിട്ട് നേരെ പോയിട്ട് തീ കത്തിച്ചിട്ട് കുക്ക് ചെയ്യാണ്. കണ്ടോ, കുട്ടികൾക്ക് എന്ത് കിട്ടി? തിയറി പാട്ടും കിട്ടി, പ്രാക്ടിക്കൽ പാട്ടും കിട്ടി. ഒരേ സമയം തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുക, പെഡഗോജിക്കൽ ഡുവലിസം. നമ്മളിപ്പോൾ അറിയാലോ, പ്രാക്ടിക്കൽ, തിയറി കുറേ പഠിക്കണ്ടെന്നൊക്കെ പറയും. അന്ന് 2 ഉണ്ടായിരുന്നു. പണ്ടത്തെ മാതിരി എന്നല്ല. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സിലബസ് ഇപ്പോൾ ഈ അടുത്തുണ്ടായതാ. ഗുരുകുലത്തിൽ അങ്ങനെ, ഗുരുകുലത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. വൈ വാസ് പ്രാക്ടിക്കൽ ലേണിംഗ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഗുരുകുലം സിസ്റ്റം? എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ ലേണിംഗ് ഗുരുകുലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്? നോക്ക്, ആൻസർ എന്താ? പഠിച്ചറിവ് ജീവിത സാഹചര്യങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് നോളജ് വേണം. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഈ പഠിച്ച സാധനം നമുക്ക് എന്ത് വേണം? പ്രയോഗത്തിൽ വരുത്തണ്ടേ? നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പഠിച്ചു, ചോറുണ്ടാക്കാൻ പഠിച്ചു, അത് വെറുതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നീന്തലിൻ്റെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടീസായി നീന്തണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, പുഴയിൽ മുങ്ങുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹയർ ലേണിംഗ്? എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹയർ ലേണിംഗ്? അഥവാ ഗുരുകുലത്തിൽ നിന്നൊക്കെ മാറിയിട്ട് സ്കൂളുകൾ, യൂണിവേഴ്സിറ്റി പോലെയുള്ളതിലേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി മാറുക.
അവിടെ കൃത്യമായിട്ട് ഹെഡ് മാഷ് ഉണ്ടാവും, പ്രിൻസിപ്പൽ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഗുരുകുലത്തിലോ ഗുരുവാണ് ബെല്ലടിക്കുന്നത്, ഗുരുവാണ് കുട്ടികൾ അച്ചടക്കം നോക്കുന്നത്, ഗുരുവാണ് എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത്, ഗുരുവാണ് ലെസൺ പ്ലാൻ ചെയ്യുന്നത്, ഗുരുവാണ് കുട്ടികൾ എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കുന്നത്, ഗുരുവാണ് കുട്ടികൾ എപ്പോൾ വീട്ടിൽ പോകണം തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല അല്ലേ? നെയിം 2 ഫേമസ് ആൻഷ്യന്റ് ടൈം യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 സർവകലാശാലകളാണ് തക്ഷശിലയും നളന്ദയും. ഓക്കെ, തക്ഷശില അതുപോലെ തന്നെ നളന്ദ. തക്ഷശില എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വാസ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ഹയർ ലേണിംഗ് വിത്ത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്റ്റഡീസ്. കണ്ടോ, ഒരുപാട് സബ്ജക്റ്റുകൾ അതിലുണ്ടായിരുന്നു. അതേസമയം നളന്ദ എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് വലിയ പിന്നെന്താ പറയുക പണ്ഡിതന്മാരായിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ പിന്നെ അക്കാഡമീഷ്യൻസ് കൂടുതൽ നളന്ദയിലും അതുപോലെ തന്നെ സബ്ജക്റ്റ് കൂടുതൽ അവിടെ തക്ഷശിലയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ അറിയപ്പെട്ട 2 യൂണിവേഴ്സിറ്റികളായിരുന്നു. വാട്ട് ഈസ് മീൻഡ് ബൈ സ്പെഷ്യലൈസേഷൻ ഹയർ എഡ്യൂക്കേഷൻ? ഹയർ എഡ്യൂക്കേഷനിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അല്ലേ? ഇപ്പോൾ നിങ്ങൾ BA ഹിസ്റ്ററി എടുത്തു, അപ്പോൾ അത് ഫോക്കസ് ചെയ്തു. BA സോഷ്യോളജി എടുത്തു, BAയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? സ്പെഷ്യലൈസേഷനായി സോഷ്യോളജി എടുത്തു. അല്ലെങ്കിൽ BA അറബിക് എടുത്തു, അല്ലെങ്കിൽ BCom എടുത്തു. നമുക്ക് എല്ലാം എജ്മിൽ അവൈലബിൾ ആണ്, എല്ലാ കോഴ്സും BC അടക്കം. ഓക്കെ, യെസ്, മെൻഷൻ 1 ഡിഫറൻസ് ബിറ്റ്വീൻ ഗുരുകുലം ആൻഡ് യൂണിവേഴ്സിറ്റി. ഉറപ്പായിട്ട് ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കണം, യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, ക്രമമുണ്ട്, അവിടെ ഓർഡർ ഉണ്ട് അല്ലേ? അവിടെ പോയിട്ട് അവിടെ ബെല്ല് സിസ്റ്റം, സംവിധാനം, അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഹൗ വാസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗുരുകുലാസ് ഡിഫറെൻറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി? യൂണിവേഴ്സിറ്റി ഗുരുകുലം തമ്മിലുള്ള അഡ്മിനിസ്ട്രേഷൻ ലെവൽ ഡിഫറൻസ്. അവിടെ 1 മാൻ ഷോ ആണ്, ഗുരുവാണ് എന്ത് എല്ലാം തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ബെല്ലടിക്കുന്ന സമയമുണ്ട്, ബെല്ല് ഔട്ട് ചെയ്യുന്ന സമയമുണ്ട്, ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ ഗുരുവിന് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് നടക്കുന്നുള്ളതാണ്. ഹൗ വാസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗുരു? ഓക്കെ, വാട്ട് ഈസ് തിരുക്കുറൽ? തിരുവള്ളുവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട തമിഴിലെ പുസ്തകമാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹൂ റോട്ട് തിരുക്കുറൾ ചോദിച്ചാൽ തിരുവള്ളുവറാണ്. അതിൽ ധാർമ്മികത, സാമൂഹിക, അതുപോലെ നൈതിക മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അത് ഫോക്കസ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളിലാണ്. ഒന്ന് ആറം അല്ലേ? അരം എന്ന് പറയുന്നത് വെർച്യു, നല്ലത്. അതുപോലെ തന്നെ പൊരുൾ, സമ്പത്ത്. അതുപോലെ തന്നെ ഇമ്പം, ലവ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ്. സോ മക്കളെ, നന്നായിട്ട് പഠിച്ചോ. മറ്റന്നാളെയാണ് എക്സാം, പൊളിക്കണം, ഓക്കെ, സെറ്റാക്കണം. ഓക്കെ, യെസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ലിങ്ക് താഴെയുണ്ട്, ജോയിൻ ചെയ്തോ.